അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ നമ്മളിന്ന് ബാധിച്ചിരിക്കുന്ന ഈ പല രോഗങ്ങൾക്കും നമുക്കൊരു റിയൽ റീസൺ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് സാർ പറയുന്നത്. റീസൺ കണ്ടില്ലെങ്കിലും പലപ്പോഴും ഹീൽ ചെയ്യാൻ പറ്റും. അത് ഇന്നർ കറക്ഷൻസ് ആണ്. ബേസിക്കായിട്ട് അവിടെ ഇപ്പം മെഡിറ്റേറ്റീവ് പ്രോസസ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോകണം. ഉള്ളിലോട്ട് പോയിട്ടാണ് അതിൻ്റെ കറക്ഷൻ വരുന്നത്. എക്സ്റ്റേണലായിട്ട് നമ്മളിപ്പം ഞാനത് ബേസിക്കായിട്ട് എപ്പോഴും ഒരു ഉദാഹരണം പറയുന്നത്, നമ്മൾ വാടിക്കിടക്കുന്ന ചെടിയുടെ ഇലയിൽ കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതേസമയം ഇല നനയ്ക്കണ്ട, റൂട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാലോ ഇല അങ്ങ് നൂന്ന് വരും. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളെയും ഉള്ളിൽ പോയി വേണ്ട ചികിത്സിക്കാം, അല്ലാണ്ട് നമ്മൾ വെളിയിൽ നിന്ന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതായത് പ്രധാനമായിട്ട് അപ്പം നമ്മൾ തുടക്കത്തിലൊക്കെ വരുന്ന പ്രധാനമായിട്ട് ആദ്യത്തെ ബുക്കെന്ന് പറയുന്നത് ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞ റിച്ച്മണ്ട് മൂഡിയുടെ ഒരു ബുക്കാണ്. അപ്പം നമ്മൾ ഈ ലൈഫിൽ തന്നെ ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് വരും. പ്രത്യേകിച്ച് മരണസമയം എടുക്കുന്ന സമയത്താണ് അത് വരുന്നത്. അപ്പം അതിൽ നമ്മൾ അറിയുന്നത് പുള്ളി ശരീരം വിട്ട് പോയിട്ട് ആശുപത്രിയിൽ തന്നെ കുറേ നേരം നിൽക്കും. അപ്പോൾ രോഗിയുടെ അടുത്ത് ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ കാണും. കുറച്ച് കഴിയുമ്പം തിരിച്ച് അതിനകത്ത് കയറിയിട്ട് ഈ മേളിൽ നിന്ന് കണ്ട കാര്യങ്ങൾ പുള്ളി പറയും. അപ്പം മെമ്മറി എവിടെ ഇരിക്കുന്നത്? പക്ഷേ സാർ അതിനെക്കുറിച്ച് അടുത്ത കാലത്ത് പിന്നെ ആധുനിക വൈദ്യശാസ്ത്ര ഡോക്ടർമാർ പറയുന്നത് അതൊരു തരം കെമിക്കൽ മിമിക്രിയാണ്, അതൊരു തന്നെ ഹാലൂസിനേഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഹാലൂസിനേഷൻ റിയൽ അല്ല എന്നുള്ള കാര്യമാണ് കാണുന്നത്. ഇതങ്ങനല്ല. നിയർ-ഡെത്ത് എക്സ്പീരിയൻസിൽ അവർ യഥാർത്ഥത്തിൽ എന്താണ് ആ മുറിയിൽ നടന്നത് അവർ പറയുന്നത്. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിയർ-ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ പറയുന്നത് കെമിക്കൽ മിമിക്രി അല്ല. കെമിക്കൽ എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് ചിന്തിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ്. ഈ വെളിയിൽ നിൽക്കുന്ന സോളാണ്. അവിടെ എന്ത് കെമിക്കലായിരിക്കുന്നത്? കെമിക്കൽ വരണേ ബോഡിക്കകത്ത് വേണ്ട കെമിക്കൽ ഹലൂസിനേഷൻ വരാം. വെളിയിൽ നിൽക്കുന്ന ആളിൽ അത് വരുന്നില്ല. അല്ല, ബ്രെയിനിലല്ലോ. ബ്രെയിനിലല്ല, വെളിയിൽ നിൽക്കല്ല ആള്. ബ്രെയിനകത്ത് ഇരുന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യം കാണാനൊക്കില്ലല്ലോ. ആ സമയത്ത് നമ്മളെ കണ്ണും അടഞ്ഞിടക്കുകയാണ്. വെളിയിൽ നിൽക്കുന്ന ആൾ കാണുന്നു. കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഞാൻ അങ്ങോട്ട് മാറിയുന്ന സമയത്ത് കണ്ടു. അപ്പം ഞാൻ ചിലപ്പോൾ പറയുന്ന തമാശയ്ക്ക് പറയുന്ന ആരൊക്കെ കരഞ്ഞു, ആരൊക്കെ ചിരിച്ചു എന്നൊക്കെ അറിയാമല്ലോ. നമ്മുടെ മരണത്തിൽ സന്തോഷിക്കുന്ന ആരുണ്ടായിരുന്നു, സങ്കടപ്പെടുന്ന ആരുണ്ടെന്ന് നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും. അപ്പം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മരണഭീതിയില്ല. എനിക്ക് എൻ്റെ മരണമില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ് ഇനിയിപ്പോൾ. അല്ലേ? അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ വന്നപ്പോഴത്തേക്കാണ് നമുക്ക് അതായത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, മെമ്മറി അപ്പോൾ എവിടെ ഇരിക്കുന്നത്? ബേസിക്കായിട്ട് ബ്രെയിനിലാണോ? മെമ്മറി സോളിലാണ്. അവിടെ നിന്നുകൊണ്ട് കണ്ട കാര്യങ്ങൾ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും. അപ്പം സോളിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സിനിമയുടെ ഫിലിം പറയുന്ന പോലെ ഫിലിം എന്ന് പറയുന്നത് രണ്ട് സോളാണ്. പ്രൊജക്ടർ ഇടുമ്പോഴത്തേക്ക് നമ്മൾ പ്രൊജക്ടേഴ്സാണ്. അല്ലേ? അതിനെ നമ്മൾ വെളിയിൽ കൊണ്ടുവരുന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ മോഡേൺ സൈക്കാട്രി ഇപ്പോഴും പറയുന്ന മൈൻഡ് എന്ന് പറഞ്ഞ സാധനം പോലും ഇല്ല. പക്ഷെ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ തിയറികൾ ഉണ്ടാക്കുന്നത്. അതായത് ഗുസ്താവ് യുങ്ങിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഫ്രോയിഡിന്റെ ചില തിയറീസ്, പക്ഷേ ഫ്രോയിഡിന് പോലും ലാസ്റ്റിലായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ തിയറീസ് തെറ്റാണെന്നൊരു ധാരണ ഉണ്ടായെന്ന് പറയുന്നു. ഗുസ്താവ് യുങ് പറയുന്നു അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെയുള്ള പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസുകൾ ഉണ്ടായെന്ന് പറയുന്നത്. പക്ഷേ അവർ ഇപ്പോൾ ഉള്ള സോക്കോൾഡ് ഈ സൈക്കാട്രിസ്റ്റുകളാരും തന്നെ അവർ മെമ്മറി അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനെ ഡ്രഗ് കൊടുത്ത് ഹീൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മാത്രമാണ് നിൽക്കുന്നത്. അത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിന് ബാധിക്കും സാർ? നെഗറ്റീവായിട്ട് അതൊരു ജസ്റ്റ് ലൈക്ക് ആൻ അഫ്ലിക്ഷൻ, അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മളൊരു ഹീലിംഗ് പൊട്ടൻഷ്യൽ നശിപ്പിക്കില്ല അവിടെ ചെയ്യുന്നത്. നമുക്കൊരു പാസ്റ്റ് ലൈഫ് ഒരു ഹീലിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് നമ്മൾ നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ശാസ്ത്രത്തിനെതിരൊന്നുമല്ല, പക്ഷേ ശാസ്ത്രജ്ഞർ ഗുണങ്ങൾ കിട്ടുന്ന കാര്യങ്ങളെ പോലും എതിർക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. സംശയം തോന്നുന്നു. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നതല്ലാണ്ട് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അവർക്കെല്ലാം കുതിരയ്ക്ക് വെച്ച് കെട്ടിയ പോലെ ചിന്തിക്കാനേ കഴിയുന്നുള്ളൂ. അല്ലേ? അങ്ങനെ രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒന്ന് ഇങ്ങനെ കുതിരയ്ക്ക് ഇങ്ങനെ വെച്ച് കെട്ടിയതുപോലെ രണ്ട് പേരൊന്നും കാണരുത്, നേരെ മുമ്പോട്ടേക്കാണ്. ഇപ്പം ഇറങ്ങിയ ഒരു വിപ്ലവകരമായ പുസ്തകമുണ്ട്, ഡോക്ടർ ഹെഗ്ഡേയുടെ ഒരു പുസ്തകം. സാർ അത് സാറിന് നോട്ടീസ് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. വാട്ട് ഡോക്ടേഴ്സ് ഗെറ്റ് ഫ്രം ദ മെഡിക്കൽ സ്കൂൾ എന്നൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഡസ് നോട്ട് ഗെറ്റ് ഫ്രം ദ മെഡിക്കൽ സ്കൂൾ. അപ്പോൾ ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ മോഡേൺ മെഡിസിന്റെ എല്ലാ തരത്തിലുള്ള കാപട്യങ്ങളും അതിനെ തുറന്നു കാണിക്കുന്നു. പക്ഷേ ഇത് വായിക്കാൻ പോലും തയ്യാറാകാത്തവരാണ് ഈ പറഞ്ഞ സോക്കോൾഡ് മോഡേൺ ഡോക്ടേഴ്സ്. അവർ പറയുന്നത് ഒരു ആക്സിഡന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന ഹീലിംഗ് ടെക്നിക്സ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് യു ഹാവ് ടു ഗോ. എൻ്റെ ഭാര്യ എന്നെ ചോദിക്കാറുണ്ടെന്നല്ല. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, എനിക്ക് നല്ലൊരു സിവിയർ റീനൽ കോളിക്ക് വന്നു. ആദ്യമായിട്ട് വരികയാണ്. ഭയങ്കര പെയിൻ, നല്ല ഇൻറ്റൻ, അത് ഭയങ്കര ഒരു പെയിൻ തന്നെയാണ് റീനൽ കോളിക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ മസിലെല്ലാം കൂടെ ഞാനിവിടെ കൈ വെച്ചപ്പോഴത്തേക്കും പാറ പോലെ ഇരിക്കുകയാണ്. ചില എൻ്റെ ചുറ്റുമായിട്ടുള്ള റിഫ്ലെക്സോടുകൂടെ ചുറ്റുമുള്ള മസിലെല്ലാം ടൈറ്റായിട്ടിരിക്കണം. ഭയങ്കര വേദനയാണ്. അപ്പോൾ വൈഫ് വന്നിട്ട് എന്താണെന്ന് ചോദിച്ചപ്പം എന്തോ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ എന്തോ തോന്നിയിട്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് അച്ഛനെ ഫോൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ കിടന്നുണ്ട്. അന്ന് ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയ സമയമായിരുന്നു. ഞാൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ വേദന അങ്ങ് പോയി. അല്ലെങ്കിൽ ഞാൻ എത്ര നേരം സഫർ ചെയ്യണമായിരുന്നു. അതല്ലേ?
എന്നിട്ട് എൻ്റെ അടുത്ത് ഇതിനകത്തൊക്കെ ഗുണമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ പറയുന്ന ആളെടുത്ത് പേഴ്സണൽ എക്സ്പീരിയൻസിന് വേണ്ടി അവർ അതിനുവേണ്ടി ശ്രമിക്കണമെങ്കിൽ അല്ല, ആ അറിവ് അങ്ങനെ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ പഞ്ചസാരയുടെ മധുരം നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അത് കഴിച്ചേ പറ്റൂ. അതുപോലെ ആത്മീയതയെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ അത് അന്വേഷിക്കണം. അത് അന്വേഷിക്കേണ്ട രീതികൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഭഗവത്ഗീതയിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവത്ഗീത ഞാൻ ആലോചിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഭഗവത്ഗീതയിലെ എല്ലാ പല മാർഗങ്ങളും ഈശ്വരനിലെത്താനുള്ളത് പറയുന്നുണ്ട്. അല്ലേ? പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മാർഗങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യാനായിട്ട് അർജുനന് സമയം കിട്ടിയിട്ടില്ല. അല്ലേ? അർജുൻ ഉടനെ തന്നെ യുദ്ധത്തിന് ഇറങ്ങാണ്. അതിൻ്റെ കാരണം എന്താ? അതിനകത്ത് വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട്. അപ്പം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അനുഭവം കൊടുക്കുകയാണ്, നിങ്ങൾ ഈ ജന്മത്തെ മരിക്കുന്നില്ല എന്നും ഇതെല്ലാം ആ കർമ്മത്തിൻ്റെ ഫലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നും നിങ്ങളൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണെന്നും അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊരു ഉപാധി മാത്രമാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ആ അനുഭവം കിട്ടുന്നതുകൊണ്ടാണ് പുള്ളിക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ആ അനുഭവത്തിൽ എത്താനുള്ള മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ കൃഷ്ണൻ അവിടെ നേരിട്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് കൃഷ്ണൻ ആ അനുഭവം അതും നിനക്ക് നിൻ്റെ സാധാരണ കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ കാണാൻ കഴിയുന്നതല്ല, നിനക്ക് അഡീഷണൽ ആയിട്ടുള്ള പവർ ഞാൻ തരുന്നു അത് കാണാനെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത് വളരെ വ്യക്തമാണത്. നമുക്കതുകൊണ്ടത് നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരാൾക്ക് പറ്റും. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസരെ കാണുമ്പോഴത്തേക്കും ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോന്ന്. അപ്പോൾ അതിന് പിന്നീട് വിവേകാനന്ദനുടനെ തന്നെ അതിനുള്ള അനുഭവം കിട്ടുകയാണ്. അനുഭവം കിട്ടുന്നതിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അനുഭവത്തിൽ കൂടെയാണ് നമ്മളിത് പഠിക്കുന്നത്. വായിച്ച് പഠിക്കാനൊക്കുന്നതല്ല ആത്മീയത. പക്ഷെ ഇവിടെ ഈ യുക്തി അല്ലെങ്കിൽ റാഷണൽ സാധനത്തെ പറഞ്ഞ ആ ഒരു തിങ്കിങ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വെച്ചേക്കും. ഞാൻ ഒരു നല്ലൊരു റാഷണലിസ്റ്റ് തന്നെ ഒരു പ്രൊഫസറാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മെഡിറ്റേഷൻ വളരെ മോശമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മഹർഷി സയൻറ്റിഫിക് റിസർച്ച് നടത്തിയ ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് കൊടുത്തു. അദ്ദേഹത്തെ വായിച്ചപ്പോൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായത് കൊണ്ട് ഗുണമുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, തൻ്റെ സാറിൻ്റെ മകൾ ഇതായിട്ടിരിക്കുകയാണ്, ഈ മകൾ മെഡിറ്റേഷൻ തുടങ്ങാൻ സാർ സമ്മതിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങളുടെ സ്വന്തം മകൾക്ക് പോലും നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്ത് ഞാനെന്ത് പറയാനാ? അല്ല, അതാണ് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം. അല്ല, അതൊരു വലിയ അബദ്ധമല്ലേ? നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റും വയലൻസ് ഇല്ലാതിരിക്കും. അത് സമാധാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതേ ഇല്ല. പൈസ ഉണ്ടാക്കാന്ന് മാത്രമല്ല ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അതുമാതിനേക്കാൾ ഏറ്റവും വലിയ ട്രാജഡി നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ഒരു സെൻറ്റൻസാണ്, നീ നിൻ്റെ കാര്യം നോക്ക്. ഞാൻ ക്ലാസ്സിൽ കുട്ടികൾ ചോദിക്കാൻ ചോദിച്ചത്, നീ നിൻ്റെ കാര്യം നോക്കി നിന്നെ നോക്കാൻ എത്ര പേരുണ്ട്? നീ മാത്രമേ ഉള്ളൂ. നീ മറ്റുള്ള കാര്യം ഉണ്ടോ നോക്കുന്ന പറഞ്ഞാൽ നിൻ്റെ കാര്യം നോക്കാൻ എത്ര പേരുണ്ട്? ലോകം മുഴുവനുണ്ട്. പക്ഷെ അതല്ലേ നല്ലത്. അതിപ്പം നമ്മൾ പഠിപ്പിക്കുന്നില്ല. പേഴ്സണൽ അറ്റൈൻമെൻറ്റും ഇഗോ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകളാണ് ഇപ്പോൾ മോഡേൺ മെഡിസിൻ പഠിപ്പിക്കുക, മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ചെയ്യുന്നത്. ഇപ്പോൾ സൈക്കാട്രി എടുത്തു കഴിഞ്ഞാലും ഇൻഡിവിജ്വലാണ് അവർ. ഇപ്പം രോഗി പെട്ടവനായിട്ട് സമൂഹം മാറാനാണ് അവർ പറയുന്നത്, അല്ലാണ്ട് രോഗിക്ക് മാറാൻ പറ്റുമെന്ന് അവർ പറയുന്നില്ല. അതല്ലേ, ആ ഒരു ചിന്തയിലോട്ട് വരണം. നമ്മുടെ ഇന്നർ കോൺസെപ്റ്റ്സ് മാറുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് വരേണ്ട പ്രധാനപ്പെട്ട കാര്യം. ചിന്ത വരേണ്ടത് അങ്ങനെയാണ്. സാർ, ഈ പാസ്റ്റ് ലൈഫ് ഹീലിംഗ് ചെയ്യുമ്പോൾ സാറിനുണ്ടായ എക്സ്പീരിയൻസുകൾ ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. സാറ് കംപ്ലീറ്റ്ലി അത് കൺവിൻസ്ഡ് ആണ്. അതേ ഉള്ളൂ. അത് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താ പേടിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ലക്ഷങ്ങൾ മുടക്കി നിങ്ങളൊരു ശരീരം തിരിച്ചു വാങ്ങിക്കുന്നു, എന്താ അർത്ഥം അതിനകത്തുള്ള? മോഡേൺ മെഡിസിൻ എവിഡൻസ് ബേസ്ഡ് ആണെന്ന് പറയുന്നു. എന്ത് എവിഡൻസ് വെച്ചിട്ടായി ഒരു മൃതശരീരം കൊടുത്തേ? ഈ 2 മാസം അവർ എവിഡൻസ് ബേസ്ഡായി ട്രീറ്റ് ചെയ്യും. എന്തിനാണ് ട്രീറ്റ് ചെയ്തത് നിങ്ങൾ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ പൈസ എത്ര പേര് വാങ്ങിച്ച് എന്ത് ചെയ്യാനായിട്ടാണ്? ശരീരം കൊടുക്കാനായിട്ടാണോ നിങ്ങൾ ട്രീറ്റ് ചെയ്തത്? അല്ലെങ്കിൽ അവർ പറയണ്ടേ, ഇതിനകത്ത് ചികിത്സയ്ക്ക് വലിയ കാര്യമില്ല, നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകണേ ചെയ്യാം, അല്ലെങ്കിൽ മറ്റു ചെയ്യുന്നവർ പറയാൻ തയ്യാറാവുന്നത് എന്താ? ഞങ്ങൾ നോക്കട്ടെ എന്ന് എന്തോ നോക്കുന്നവർ? അവർക്ക് തന്നെ അറിയാം മരുന്നൊന്നും എഫക്റ്റീവ് ആകുന്നില്ല. എന്തുകൊണ്ട് അവിടെ ചികിത്സ അവർ നിർത്തുന്നില്ല? പണ്ട് എൻ്റെ അപ്പൂപ്പൻ തന്നെ മരിച്ച സമയത്ത് അന്ന് നാട്ടിൽ അങ്ങനെ വലിയൊരു വൈദ്യസഹായം എന്നുള്ള സമയത്തല്ല, പക്ഷേ മെഡിക്കൽ കോളേജ് വേണ്ടത്തുണ്ട്. പക്ഷെ അന്ന് വന്ന ഡോക്ടർ പറഞ്ഞു ഇനി നോക്കാനൊന്നുമില്ല, സ്ട്രോക്ക് അന്ന് കൊണ്ടുവന്നതിന് തീർച്ചയായിട്ടും എൻ്റെ ഇപ്പോഴത്തെ അറിവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ന് തീർച്ചയായിട്ടും കാറുണ്ട്, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചാളും കൂടെ ചിലപ്പോൾ ജീവിച്ചിരുന്നേനെ. പക്ഷേ അന്നത്തെ വൈദ്യർ വന്ന് പറഞ്ഞു, വൈദ്യരല്ല ഡോക്ടർ തന്നെയാണ് വന്ന് പറഞ്ഞ് നോക്കട്ടെ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവർ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ മരിച്ചു. ആർക്കും ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? സന്തോഷമായിട്ട് എല്ലാവരും അത് കഴിഞ്ഞ് പ്രായ ആളായിരുന്നു. അത് ആ സമയത്ത് നമ്മൾ ഇവിടെ ഇപ്പോൾ ആയിരുന്നെങ്കിൽ ഇതെല്ലാം കൊണ്ടുവന്ന് ചിലപ്പം കിടന്ന് അടിച്ചിട്ട് ഇത് കഷ്ടപ്പാട് കൂടുതലും നമ്മൾ അനുഭവിക്കണോ എന്നുള്ളതാണ്. ഈ കഷ്ടപ്പെടുത്തുന്നതാണോ യഥാർത്ഥത്തിൽ ഡെവലപ്മെൻറ്റ്?
എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇപ്പോൾ ഈ ലൈഫ് നിലനിർത്തുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു? നമ്മുടെ സമയം കഴിഞ്ഞ് നമ്മൾ പോകണമെന്ന് ചിന്തിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. പണ്ടങ്ങനെ ആയിരുന്നല്ലോ, നമ്മൾ നേരെ കാട്ടിലോട്ടങ്ങ് പോകാം. അങ്ങനെ പ്രശ്നം എന്ന് പറയുന്നതായിരുന്നു വെച്ചിരുന്നത്. കാട്ടിൽ പോകുന്നതാണോ വേറെ എന്തെങ്കിലാണോ നിൽക്കട്ടെ, പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ മരണം അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഇപ്പം മരിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചിരുന്നത് എന്ത് ചെയ്യാനോ. ചിലപ്പോഴും ഈ പല ഹോസ്പിറ്റലുകളിലും നമ്മൾ പോകുമ്പോഴത്തേക്ക് അവരെ വെന്റിലേഷനിൽ കൊടുക്കുന്നതിന് വേണമോ വേണ്ടയോ എന്ന് ഈ രോഗിയുടെ ബന്ധുക്കളോട് സംസാരിക്കുന്നതിന് വേണ്ടി പോലും സൈക്കോളജിസ്റ്റുകളുണ്ടെന്ന് പറയപ്പെടുന്നു. അതായത് 50-50 ചാൻസ്. അപ്പോൾ ഇത് പറഞ്ഞ് ഒരുതരം ബ്രെയിൻ വാഷിംഗ് ചെയ്തിട്ട് ഇവർ വെന്റിലേഷനിലേക്ക് കൊടുക്കുക. 50-50 ചാൻസ് അല്ലല്ലോ, 90% ചാൻസ് ഓവർ ഡെത്ത് ആണെങ്കിൽ അവരത് പറയൂലല്ലോ. അല്ല, ഇവർ പറയുന്നത് നിങ്ങളത് വെന്റിലേഷനിൽ വെച്ച് കഴിഞ്ഞാൽ 50% ചാൻസ് ഉണ്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ 50 അങ്ങനെയുള്ള ചാൻസ് ഉണ്ട്. 100% അവർ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് അവർ എന്ത് ഈ പറയുന്നതിലേക്ക് കൊണ്ടുപോകുന്നത്. there is no sign of return എന്ന് പറഞ്ഞാൽ പോലും അവർ വെന്റിലേറ്റർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. ബ്രെയിൻ ഡെത്ത് റെക്കോർഡ് ചെയ്തതിന് ശേഷമേ ചിലപ്പോൾ ഡിസ്പോസ് ചെയ്യുന്നവർ പറയും. പക്ഷേ അത് ഇപ്പം മരണമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാണോ നമ്മൾ ജീവിതത്തിൽ തീരുമാനിക്കുന്നത്? മരണത്തിന് തീർച്ചയായിട്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാനൊക്കത്തില്ല എന്നുള്ള മൂന്നരമാണ്. അങ്ങനെ വരുന്ന സമയത്ത് കുടുംബത്തിനും രോഗിക്കും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുടർന്ന് പോകണോ എന്നുള്ളതൊരു ചിന്താ വിഷയം. ഉദാഹരണത്തിന് നമ്മൾ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ ഒരു പഠനം നടത്തിയായിരുന്നു. ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ മുമ്പോട്ട് വേണോ വേണ്ടിയോ, നിങ്ങളാണെങ്കിൽ ചികിത്സ വേണമെന്ന് പറയുമോ വേണ്ടെന്ന് പറയും. 95% ഡോക്ടേഴ്സും വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരവർക്ക് തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചൊരു കാര്യം ബാക്കിയുള്ളവർക്ക് വേണമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അവരുടെ പെർമിഷൻ എടുത്തിട്ട് റിലേറ്റീവ്സിൻ്റെ പെർമിഷൻ നമ്മൾ പറയേണ്ടത്. ഇപ്പം റിലേറ്റീവ്സ് ആരായാലും ജീവിച്ചിരിക്കണമെന്നേ പറയത്തുള്ളൂ. ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിലും മരിക്കണമെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. അപ്പം അതൊട്ട് പ്രൊഫഷണലായിട്ട് വേണം നിങ്ങൾ ആ ഡിസിഷൻ എടുക്കാനായിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. അതായത് എൻ്റെ അമ്മ ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവസാനം ഈ വെന്റിലേഷനിലൊക്കെ ഇട്ട് ഏതാണ്ട് ഒരാഴ്ചയോളം ഇട്ടിരുന്നു. നല്ല എമൗണ്ട് അത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ട്യൂബൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ആ അമ്മ ഇടയ്ക്ക് ഇദ്ദേഹത്തിന് നോക്കിയ ഒരു നോട്ടം ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അതായത് എന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുന്നത്, വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ തന്ന് എനിക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് എന്തായാലും മരിക്കുമെന്നുള്ള ഉറപ്പാണ്. കാരണം ആ ഒരു സ്റ്റേജാണ്. അപ്പോൾ ഇങ്ങനൊരു തിങ്കിങ് ഒരു കാരണവശാലും ഈ പറയുന്ന മോഡേൺ മെഡിസിനിൽ വരുന്നില്ല സാർ. അപ്പോൾ അതിന് കാരണം മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു, എന്നാൽ അതിനുശേഷം പുതിയൊരു ലൈഫ് ഉണ്ട് അല്ലെങ്കിൽ പുതിയൊരു ജീവിതമുണ്ട് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് തിങ്കിങ് ആണെങ്കിൽ ആക്ച്വലി ഒരാളിന് കൂടുതലായിട്ട് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. പോസിറ്റീവ് തിങ്കിങ് അല്ല, ദാറ്റ് ഇസ് എ ഫാക്ട്. ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. അത് അതിൻ്റെ തുടക്കം ചിന്തിക്കാൻ തുടങ്ങുക ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ ലൈഫ് ആഫ്റ്റർ ലൈഫിൽ നമ്മൾ ആത്മാവ് വെളിയിൽ നിന്നിട്ട് പറയുന്നുണ്ട്. ആ വെളിയിൽ നിന്ന് ആത്മാവ് എന്തൊക്കെ കണ്ടു എന്നുള്ളത് തിരിച്ച് ബോഡിയിൽ വന്നിട്ട് പറയുന്നുണ്ട്. അല്ലേ? അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ മരണം കഴിഞ്ഞിട്ട് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണത്. പ്രൈമേഴ്സിൻ്റെ ബുക്സ് ആഡ്സ് ടു ദി പ്രൂഫ്. പിന്നെ ജേർണി ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ തന്നെ പിന്നീട് ബുക്സ് ഉണ്ട്. മൈക്കൽ ന്യൂട്ടൺ ആണ് എൻ്റെ ഓർമ്മ. അല്ലാതെ വേറെ റോജർ വോൾഗർ, അങ്ങനെ ഒരുപാട് അതേഴ്സ് ഉണ്ട്. ആൻഡ് ദർ ഇസ് എ വേൾഡ് അസോസിയേഷൻ ഓഫ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിസ്റ്റ്. ഇത്രയും എക്സ്റ്റെൻസീവായിട്ട് സ്റ്റഡീസും ബാക്കി കാര്യങ്ങളും അതിനുശേഷവും അതില്ല എന്ന് പറയുന്നതിന് അതിൻ്റെ അർത്ഥം പബ്ലിഷ് പേപ്പേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പബ്ലിഷ്ഡ് ബുക്സ് ഉണ്ട്, പേപ്പേഴ്സ് ഇപ്പോൾ എന്തിന്? പ്ലെന്റി ഓഫ് ബുക്സ് ആർ അവൈലബിൾ. സാർ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ട്, അതായത് ആക്ച്വലി ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ അതൊരു ക്രൈം അല്ലേ സാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? അത് ഇപ്പം അത് നിയമങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ അതിനൊരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരാളിന് യഥാർത്ഥത്തിൽ ഒരു പോസിറ്റിവിറ്റിയാണ് കൊടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിലീഫ് വേണ്ട, അവർക്കൊരു അനുഭവത്തിലോട്ട് പോകാം. അല്ല, മാത്രമല്ല അയാളുടെ കർമ്മങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനൊരു റിസൾട്ട് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാൾ ഇപ്പോൾ ഈ പുതിയൊരു കാലഘട്ടത്തിലേക്ക് ആക്ച്വലി ഇനി ഒരു ഇപ്പൊ നമ്മുടെ 2020 എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ട് നശിച്ചൊരു വർഷം എന്നാണ് എല്ലാവരും പറയുന്നത്, എല്ലാ കാരണങ്ങളും കൊണ്ട്. അപ്പോൾ 20 നമുക്ക് പുതിയ പാഠങ്ങൾ തന്ന ഒരു പാഠങ്ങൾ വന്നു സാർ. എങ്കിലും പൊതുവെ അങ്ങനെ കാണാം. നമ്മളതിൻ്റെ പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഇപ്പോൾ കൊറോണ വന്നെങ്കിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടി കണ്ടു എന്നുള്ള പഠിച്ചു. റിട്ടേൺ ടു നേച്ചർ എന്നുള്ള കോൺസെപ്റ്റ് മാത്രമല്ല, അഹങ്കാരം ബാക്കി കാര്യങ്ങളെല്ലാം കുറയണമെന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചെന്ന പലതും നടക്കത്തില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമ്മൾ നടത്തുന്നു ഇപ്പോൾ, അല്ലേ? 10,000 ആൾക്കാരെ വിളിച്ച കല്യാണം നടത്താമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 50 പേര് നടത്തുന്നു, അല്ലേ? 200 പേര് നടക്കുന്നു. മനുഷ്യനൊരിക്കലും പഠിക്കത്തില്ല എന്ന് ഭഗവാൻ തന്നെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ സാറേ, അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു തോട്ട്, അതായത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൂടി മോഡേൺ മെഡിസിൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു റെവല്യൂഷൻ ആയിരിക്കില്ലേ സാറേ? ഈ എല്ലാ ചിന്താ രീതികളിലും ചികിത്സാ രീതികളിലും അതായത് ജീവിത നിലവാരത്തിലും എല്ലാം വലിയൊരു വിപ്ലവമായിരിക്കില്ലേ സാറേ ഈ മോഡേൺ മെഡിസിനെ കുറിച്ച് കൂടുതലായിട്ട്? മോഡേൺ മെഡിസിൻ അതായിരിക്കും ഈ അടുത്ത കാലത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല. പക്ഷേ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ. ഇപ്പോൾ ഡോക്ടർ ന്യൂട്ടൺ ഗോട്ടെ MBBS ഡോക്ടർ തന്നെയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇത് ഇന്ത്യയിൽ ഇത് പ്രോപ്പലൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹി ഹസ് ട്രെയിൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ടു ബി
ഇവരിങ്ങനെ മാർജിനലൈസ് ചെയ്ത് കളയുന്നു സാർ. അവർ പറയുന്ന സ്യൂഡോ സയൻസ് മാർജിനലൈസ് ചെയ്യാൻ ഒക്കത്തില്ല, റിസൾട്ട് സാധ്യത. ഇപ്പം ഇത്രയും പറഞ്ഞ സാറിനെ കുറിച്ച് തന്നെ അവർ ചിലപ്പം പറയുന്നത് എന്തായിരിക്കും, ഒരു സ്യൂഡോ സയൻസ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫേക്ക് ന്യൂസ് കൊടുക്കുന്നു. സത്യം പറയുന്നതിന് നമുക്കറിയാവുന്ന കാര്യം പറയുന്നത് നമ്മൾ എന്തിനാ ആൾക്കാരെ പേടിക്കുന്നത്? പക്ഷെ അവർക്കാണ് ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത്. കാരണം അവരിതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. കാരണം അവരുടെ സോക്കോൾഡ് ആയിട്ടുള്ള സാർ പറഞ്ഞ പോലെ ഒരു പൊസിഷൻ പോകുന്നുള്ളൊരു ഭയമായിരിക്കും ഒരു പക്ഷേ അതിലേക്ക് വരുന്നത്. അതുകൊണ്ട് അതൊക്കെ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അതെല്ലാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു വെരി മച്ച് സാർ. സാർ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സാറിൽ നിന്ന് സ്ക്യൂസ് ഔട്ട് ചെയ്ത് എടുക്കാനുണ്ട്. അത് മറ്റേതെങ്കിലും ഒരു സെഷനിൽ മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.